ബി ട്രൂ ടു യുവേർ സെൽഫ്. എന്തുകൊണ്ട് സ്വയത്തോട് സത്യസന്ധരായി ഇരിക്കുക? കാരണം നമ്മൾ ഈ ലോകത്തെല്ലാവരെയും കുറച്ചു കാലം സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചു കാലം ജീവിക്കാനും സാധിക്കും. ഉള്ളിലെ സ്വന്തം ശബ്ദത്തെ നിരന്തരം അവഗണിച്ച് ജീവിച്ചാൽ ഒരു ദിവസം നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചോദിക്കും, ഞാൻ ശരിക്കും ജീവിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? സ്വന്തം സന്തോഷങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ അഭിനയിക്കുകയാണോ? സ്വന്തത്തോട് സത്യസന്ധരാകുക എന്നത് ആരെയും വേദനിപ്പിക്കുക എന്നതല്ല, മറ്റുള്ളവരെ എതിർക്കുകയല്ല, അഹങ്കാരത്തോടെ പെരുമാറുകയല്ല. സ്വയത്തോട് സത്യസന്ധരാകുക എന്നത് എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് ഞാൻ സ്വയം തിരിച്ചറിയുക. എനിക്ക് എന്താണ് സന്തോഷം നൽകുന്നതെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുക. എനിക്ക് എന്താണ് വേദന നൽകുന്നതെന്ന് തിരിച്ചറിയുക. ആ വേദനയെ അതേപടി അംഗീകരിക്കുക. എന്താണ് എനിക്കിങ്ങനെ വന്നത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? മറ്റുള്ളവർക്ക് ഒരുപാട് നന്മയാണല്ലോ. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇത് വരേണ്ടിയതായിരുന്നു. അങ്ങനെ ചിന്തിച്ചാൽ മതി. എനിക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത്? എന്താണ് ഞാൻ മാറ്റേണ്ടത്? എനിക്ക് വളരേണ്ടത് എങ്ങനെയാണ്? ഇത് സത്യസന്ധമായി ചിന്തിക്കുക. മുൻകൂട്ടി കാണാൻ പഠിക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വേദനിക്കാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്നെ സ്വയം എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന് കരുതൂ. അവൾക്ക് ആ വിഷയം മനസ്സിലാവുന്നില്ല. പക്ഷേ വീട്ടിലെല്ലാവരും പറയുന്നത് നീ മടിച്ചിയാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ നീ മടിയനാണ്, നീ ശ്രമിക്കുന്നില്ല. അപ്പോൾ ആ കുട്ടി പുറത്തേക്ക് നിശബ്ദമാകും. പക്ഷേ ഉള്ളിൽ ഒരു വലിയ സത്യം ഇരുന്ന് കരയുന്നുണ്ടാവും. എനിക്ക് മടിയില്ല, എനിക്ക് സഹായം വേണം. പക്ഷേ സഹായം വീട്ടിൽ നിന്നും കിട്ടുന്നില്ല, സ്കൂളിൽ നിന്നും കിട്ടുന്നില്ല, അടുത്ത സുഹൃത്തിൻ്റെ അടുത്ത് നിന്നും കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നും. അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥകളിൽ ഒറ്റപ്പെടാതെ ഇരിക്കുവാനാണ് ബി ട്രൂ ടു യുവേർ സെൽഫ് എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് സ്വയം സത്യസന്ധത തുടങ്ങുന്നത്. എനിക്കറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവട്ടെ. എനിക്ക് പേടിയുണ്ട് എന്ന് സമ്മതിക്കുവാനും ധൈര്യം ഉണ്ടാവട്ടെ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ജാടയ്ക്ക് ഞാനിങ്ങനെ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എനിക്ക് കുഴപ്പങ്ങളുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ തയ്യാറാവണം. എനിക്ക് സഹായം വേണമെന്ന് തുറന്നു പറയാൻ ഹൃദയം വേണം. അച്ഛനമ്മമാർക്കും ഇത് ബാധകമാണ് കേട്ടോ. മക്കൾ പലപ്പോഴും മക്കളുടെ നല്ലതിനായി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുറിവേറ്റ മനസ്സുകൾ, നമ്മുടെ ഭയം, നമ്മുടെ ബാല്യത്തിലെ മുറിവുകൾ, നമ്മളുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ, അവയെല്ലാം മക്കളുടെ മേൽ സമ്മർദ്ദമായി മാറ്റാറുണ്ട് നമ്മൾ. നമുക്കറിയില്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷേ ഇന്ന് നമുക്ക് ഈ അവയർനെസ്, തിരിച്ചറിവാണ്. ഈ ഒരു അവബോധത്തോടെ നമുക്ക് ജീവിക്കാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ സ്വന്തത്തോട് നമ്മൾ സ്വയം സത്യസന്ധരാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വ്യക്തത വരും. വ്യക്തത വന്നാൽ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറിയാൽ പ്രവർത്തികൾ മാറും. പ്രവർത്തികൾ മാറിയാൽ ഫലവും മാറും. അതുകൊണ്ടാണ് ഇന്നൊരു ചെറിയ ചോദ്യം സ്വയം ചോദിക്കാൻ പറയുന്നത്. എൻ്റെ ജീവിതം സത്യത്തിൽ നിന്നാണോ ജീവിക്കുന്നത്? എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ എൻ്റെ ഉള്ളിനെ സമാധാനപ്പെടുത്തുന്നുണ്ടോ? സന്തോഷിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭയത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സ്വന്തത്തോട് സത്യസന്ധരാകുന്ന നിമിഷം മുതൽ നമ്മുടെ ഉള്ളിലെ ഭാരങ്ങൾ കുറയാൻ തുടങ്ങും. മനസ്സിൽ സമാധാനം വരാൻ തുടങ്ങും. ബന്ധങ്ങളിൽ സ്നേഹം വരാൻ തുടങ്ങും. കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷ പോലും മാറാൻ തുടങ്ങും. കാരണം ഉള്ളിൽ സത്യമുണ്ടെങ്കിൽ സ്നേഹം പുറത്തു വരും. ഇന്നു മുതൽ ഒരു ചെറിയ പ്രാക്ടീസ് നമുക്ക് തുടങ്ങാം. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് സ്വയം ചോദിക്കുക, ഇന്ന് ഞാൻ എന്നോട് സത്യസന്ധമായിരുന്നോ? ഇന്ന് ഞാൻ എൻ്റെ മനസ്സിനെ കേട്ടോ? ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ ബഹുമാനിച്ചോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ്. അത് സത്യമായ ആ ചൈതന്യമാണ്
നിങ്ങളുടെ ഉള്ളിലെ ജീവൻ്റെ ശബ്ദമാണ് നിങ്ങൾക്ക് കേൾക്കാനാവേണ്ടത്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.